രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. നമസ്കാരം. റൈറ്റ് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകളിലെ തലക്കെട്ടുകൾ. ചേലക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കരാറുകാരന്റെ കുത്തിയിരിപ്പ് സമരം. ശ്രീകൃഷ്ണപുരം സ്വദേശി മുജീബാണ് ഒറ്റയാൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പഞ്ചായത്തിൽ തെരുവ് വിളക്ക് റിപ്പയർ ചെയ്ത പണം ലഭിച്ചില്ല എന്നും ഇല്ലാത്ത ആക്ഷേപങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കുകയാണെന്നും ആരോപണം. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കരാറുകാരന്റെ കുത്തിയിരിപ്പ് സമരം. പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണനും സെക്രട്ടറി എം ജയലക്ഷ്മിയും. നിലവിലെ ഭരണസമിതി പണം പിടിച്ചുവെച്ചുവെന്ന വാസ്തവ വിരുദ്ധമായ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സംശയിക്കുന്നതായി ടി ഗോപാലകൃഷ്ണൻ. മുജീബ് കരാർ ലംഘനം നടത്തിയതിനെ തുടർന്ന് ഭരണസമിതിയുടെ ഏകകണ്ഠേന തീരുമാനപ്രകാരം കരാർ റദ്ദാക്കേണ്ടി വന്നതായി എം ജയലക്ഷ്മി. നിയമാനുസൃതം ഒരു തുകയും മുജീബിന് നൽകാനില്ലെന്നും സെക്രട്ടറി. ചേലക്കരയിൽ BJPയുടെ നൈറ്റ് മാർച്ച് UR പ്രദീപ് MLA വികസന വിരോധി എന്നാരോപിച്ച് SC മോർച്ച സംസ്ഥാന സെക്രട്ടറി സജീവ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം ചേലക്കര മേഖലാ കമ്മിറ്റി ഇഫ്താർ സംഗമം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കാളികളായി. നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ തുറന്നു നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേഷൻ നവീകരണം പൂർത്തീകരിച്ചത് 29 കോടി രൂപ ചിലവിൽ. അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരണപ്പെട്ടു. വരവൂർ പരുത്തിക്കാട്ട് വളപ്പിൽ 29 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. അപകടം നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ വരവൂർ ഗവൺമെന്റ് ITIക്ക് സമീപം. രാഹുലും ബന്ധുവും യാത്ര ചെയ്തിരുന്ന ഇരുചക്ര വാഹനം മരക്കൊമ്പിൽ തട്ടി മറിയുകയായിരുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റിന് ഭരണസമിതി അംഗീകാരം. സേവന മേഖലയ്ക്കും ഉത്പാദന മേഖലയ്ക്കും മുൻതൂക്കം നൽകിയുള്ളതാണ് ബജറ്റ്. അവതരിപ്പിച്ചത് 95,74,64,234 രൂപ വരവും 94,24,07,051 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P മുംതാസ് ബജറ്റ് അവതരണം നടത്തി. 22 കോടിയുടെ മിച്ച ബജറ്റുമായി തിരുവല്ലുവാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ ബജറ്റ് അവതരണം നടത്തി. അവതരിപ്പിച്ചത് 46,43,25,660 രൂപ വരവും 24,26,994 രൂപ ചിലവും 22,17,24,666 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ്. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് ARC യുവജന കമ്മിറ്റിയുടെ കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടൽ നടന്നു. കടുകശ്ശേരി ക്ഷേത്രം മേൽശാന്തി വിനീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർച്ച് 28 ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ അന്തിമഹാകാളൻകാവ് വേല. പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.